അത്യാവശ്യം ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. 15 hours ട്രാവൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുംബൈയിൽ അത്യാവശ്യം ലേവർ ഉണ്ടായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂർ കാലുകുത്തിയേക്കാണ്. പുറത്തിറങ്ങുക, ഊബർ പിടിക്കുക, റൂം ചെന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അമ്മാതിരി അവസ്ഥയിലാണ്. നല്ല ടയേർഡായി. വളരെ സമാധാനപരമായ ലൈഫിൽ ബാംഗ്ലൂരിലെ ബ്ലോഗ് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇത് ഇല്ലേ? വല്ലാണ്ട്. ഇനി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയി ഫുഡ് കഴിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ ഫുഡ് ഹോട്ടലിലേക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്തുന്ന സമയത്ത് ഇതും അവിടെ എത്തും. എങ്ങനെയുണ്ട്? ഒരു ലോങ് ട്രാവൽ കഴിഞ്ഞ് റൂം എത്തി കേട്ടോ, ഹോട്ടലെത്തി. ഞങ്ങൾ ഇതിനു മുമ്പും സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടലാട്ടോ കോരമംഗലയിൽ. മീറ്റ് മീ എന്ന് പറഞ്ഞിട്ട് ചെറിയ റൂമും ചെറിയ സെറ്റപ്പും ഒക്കെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അല്ല, നമ്മളിവിടെ എത്തുമ്പോഴത്തേനും ഫുഡ് ഓർഡർ ചെയ്തെത്തിക്കാം എന്നുള്ളൊരു സാധനം 10 minutes കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കണ്ടോ, മേഘ്ന ഫുഡ്സ് കൃത്യസമയത്ത് എത്തിയിരിക്കുന്നത്. തിന്നട്ടെ. ബാംഗ്ലൂർ വന്നാണ്ടല്ലോ ഞങ്ങളുടെ 2 പേരുടെയും മെയിൻ ഫുഡ് ഐറ്റാണ് മേഘ്ന ബിരിയാണി. പണ്ടാരടങ്ങിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി പൊന്നോ, പാക്കേജ് നോക്കിയാൽ തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇനി കത്തി ചോദിച്ച് താഴെ പോണം. തിന്നരുതെന്ന് കരുതിയിട്ടാണോ? കുന്ത നിങ്ങൾ 2 ടൈപ്പ് ഓഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് സെപ്പറേറ്റ് ആ ഒരു മസാല തന്നേക്കുന്നത്. സത്യമായിട്ടും ഭയങ്കര വെള്ളം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബിരിയാണി ഗ്രേവി ഉണ്ട് കേട്ടോ. അതും അടിപൊളിയാ. ഓക്കെ, ഒന്നും പറയാല്ല. കട്ട് ചെയ്തോ എനിക്ക് വയ്യ. ആഹാ, എങ്ങനെയുണ്ട് ഇത്? കിടിലാണ് മോനെ. കുറേ ദിവസമായിട്ട് മസാലയൊന്നും ഉള്ളിച്ചല്ലാത്തതിൻ്റെ വലിയ സാറ്റിസ്ഫാക്ഷൻ. രാവിലെ അവതാർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കിടന്ന ഒരു 7 മണിക്കൂർ തുറക്കം കിട്ടും. 6 മണിക്കുള്ള ഷോ, 6 മണി 6:30ക്കുള്ള ഷോ. എന്തായാലും വയറൊക്കെ നടന്ന സ്ഥിതിക്ക് അപ്പം ശരി, ഗുഡ് നൈറ്റ്.